പങ്കെടുക്കുന്ന എല്ലാ പ്രിയ കലാസ്ത്രീകൾക്കും ഞങ്ങളുടെ വിനീതമായ നമസ്കാരം. ഉദ്യതനായ ക്രിസ്തുവിന്റെ മാറിച്ചാരി എന്റെ കർത്താവ് എന്റെ ദൈവമേ എന്ന ആത്മഭാഗം രചിച്ച പരിശുദ്ധനായ തോമസ് ലീയുടെ ചുടുനിലത്താൽ പവിത്രമായ മദ്രാസി പട്ടണത്തിൽ സ്ഥാപിതമായിട്ടുള്ള മദ്രാസിലെ മർത്തപുര വനിതാ സമാജാംഗങ്ങൾ അവതരിപ്പിക്കുന്ന കാനാവിലെ കരിയിൽ എന്ന നാടക നൃത്തം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ പരിശുദ്ധ ശുശ്രൂഷയിലെ ആദ്യത്തെ അത്ഭുതവും പരിശുദ്ധനായ ദേവമാതാവ് കന്യാമറിയാമിന്റെ മധ്യസ്ഥ ഉൾക്കൊണ്ടു നാണക്കേടിന്റെ വക്കിൽ നിന്ന് ഒരു കുടുംബത്തെ രക്ഷിച്ച അത്ഭുതമാണ് കാനാവിലെ കല്യാണ ഗിരിയിൽ വെള്ളത്തെ വീഞ്ഞാക്കി രൂപാന്തരപ്പെടുത്തിയ അത്ഭുതം. കണ്ടാലും ആസ്വദിച്ചു. ഈ നാടക നൃത്തത്തിൽ വിവിധ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നവർ യേശു ഓമന മോഹൻ, മേരി ഇനമ ബാബു, യഹൂദ സ്ത്രീകൾ മോളി വർഗീസ്, തങ്കമണി കേസി, യഹൂദന്മാർ ഹിന്ദു കോശി, ബീന കുര്യൻ. നൃത്തം അവതരിപ്പിക്കുന്നവർ സോണി ജോയ്, മഞ്ജു ബെന്നി, ലിസി ബോബി, മേരിക്കുട്ടി പാപ്പച്ചൻ, രൂപാചര്യൻ, ജിൻസി തോമസ്, ബീന സന്തോഷ്, ആനി അജൻ. അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. അതിഥി സൽക്കാരത്തിനിടെ അവിടെ വീഞ്ഞു പോരാതെ വന്നു. യഹൂദ സംസ്കാരത്തിൽ വിരുന്നിൽ വീഞ്ഞില്ലാതെ വരുന്നത് വലിയ അപമാനമായിരുന്നു. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പരിശുദ്ധ മാതാവ് യേശു തമ്പുരാനോട് പരിഹാരത്തിനായി അഭ്യർത്ഥിച്ചു. ആ കുടുംബത്തിന്റെ ആവശ്യത്തിൽ മനസ്സിലവ് തോന്നി യേശു തമ്പുരാൻ അവിടെയുള്ള 6 കൽഭരണികളിൽ വെള്ളം നിറയ്ക്കുവാൻ ആവശ്യപ്പെട്ടു. അടയാളങ്ങളുടെ ആരംഭമായി കർത്താവ് ആ കൽഭരണികളിലെ വെള്ളത്തെ മേൽത്തരം വീഞ്ഞാക്കി രൂപാന്തരപ്പെടുത്തി. മനുഷ്യന്റെ കുറവുകളെ നിരമ്പുകളാക്കി തീർക്കുവാൻ കർത്താവിന്റെ സാന്നിധ്യവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും എത്രത്തോളം ആവശ്യമാണെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സമൃദ്ധിയുടെയും ആഘോഷങ്ങളുടെയും മധ്യത്തിൽ വീഞ്ഞു തീർന്നു പോകുന്ന നിന്ദയുടെയും നിരാശയുടെയും അനുഭവങ്ങൾ ആർക്കാണില്ലാത്തത്? ജീവിതത്തിലെ ഇത്തരം ഘട്ടങ്ങളിൽ കർത്തൃ സാന്നിധ്യവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നമുക്ക് യാചിക്കാം.
ഊമയെ സൗഖ്യമാക്കി ഇടയൻ അന്ധതർ കാഴ്ചയേകിനാഥൻ. ഊമയെ സൗഖ്യമാക്കി ഇടയൻ അന്ധതർ കാഴ്ചയേകിനാഥൻ. പാലിൽ സ്നേഹസൂനമിടൽ കാതലിനാഥൻ പാദമിടൽ പാലിൽ സ്നേഹസൂ